എന്തുകൊണ്ട് ജനങ്ങൾ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നു? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? എന്താണ് ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടാത്തത്? അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. എന്താ നിങ്ങളുടെ കയ്യിലിരിപ്പ്? നിങ്ങൾ ജനങ്ങളോട് മാന്യതയില്ലാതെ പെരുമാറുന്നു, അമിതമായിട്ട് ടാക്സി കൂലി വാങ്ങുന്നു, യാത്രക്കാരനെ വേണ്ട വിധം റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം കിട്ടുന്ന സ്ഥലമാണ് ഓൺലൈൻ. അപ്പൊ ആളുകൾ അങ്ങോട്ട് പോകും. നിങ്ങളെ തെറിവിളിയും കേട്ട് നിങ്ങളെ കൈത്തറപ്പൻ ചാർജ് നൽകി ആളുകൾ എന്തിന് നിങ്ങളെ സഹിക്കണം? ജനങ്ങൾക്ക് നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ഓട്ടോക്കാരന് മനസ്സിലാക്കില്ല, ജനങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഗുണ്ടായിസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നേടാനാവില്ല. ഗുണ്ടായിസം കൊണ്ട് എന്താ ഉണ്ടാവുക? ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളോട് സിമ്പതി ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ ഇല്ലാതാവും. അതില്ലാതായ എന്താവും? നിങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിക്കണമെന്ന് ഈ നാട്ടിലുള്ള ഒരാൾക്കും നിർബന്ധമില്ല. ഓട്ടോ ഇല്ലെങ്കിൽ എന്താവും? കോഴിക്കോട്ടങ്ങാടിന്റെ സ്ഥിതി എന്താവാനും ഒന്നുമില്ല. സാധാരണ പോലെ നടക്കും. സാധാരണ കോഴിക്കോട്ടങ്ങാടി നടക്കണമൊക്കെ നിങ്ങളില്ലെങ്കിൽ നടക്കും. നിങ്ങൾ എന്തിനു വെച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളില്ലെങ്കിൽ കുറച്ചും കൂടി യുവാക്കൾക്ക് റാപ്പിഡ് ഓടിക്കാൻ അവസരം കിട്ടും. വേറെ ഒന്നുമില്ല. നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ അവിടെ നടന്ന സംഭവം. ഇതെന്താ സംഭവം അറിയോ? അതായത് ഈ റാപ്പിഡോ ബൈക്ക് ഓടുന്ന പിള്ളേരുണ്ടല്ലോ, ഈ പിള്ളേരെ ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞു. അനധികൃതമായിട്ട് ടാക്സി ഓടുന്നു പറഞ്ഞിട്ടാണ് തടഞ്ഞു. ഓട്ടോ ഡ്രൈവർമാർ എന്ന പേരിലുള്ള കുറച്ച് കിളവന്മാര്, കുറച്ച് ഗുണ്ടകള്, കോഴിക്കോട്ട് അങ്ങാടിയിലുള്ള കുറച്ച് ഗുണ്ടകള് ഈ റാപ്പിഡോ ബൈക്കിൽ ഓടുന്ന ഈ ചെറുപ്പക്കാരായ പിള്ളേരെ തടഞ്ഞു. എന്തിന്റെ പേരിലാണ് തടഞ്ഞ്? അനധികൃതമായി വാഹനം ഓടിക്കുന്നു. അനധികൃതമായി വാഹനം ഓടിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ, അത് പിടിക്കാനൊക്കെ ഇവിടെ പോലീസും മറ്റു സംവിധാനങ്ങളൊക്കെ ഇല്ലേ, ട്രാഫിക്കും മറ്റു സംവിധാനങ്ങളും, MVD അടക്കം. ഇത് പിടിക്കാൻ ഇവരാരാണ്? ഈ ഗുണ്ടകളാരാണ്? ഗുണ്ടകളുടെ പണി എന്താ? ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറഞ്ഞ് കോഴിക്കോട് അങ്ങാടിക്ക് ഇറങ്ങിയേക്കല്ലേ. അപ്പൊ നിങ്ങൾ ഓട്ടോ ഓടിക്കൂ, പോലീസിന്റെ പണി നിങ്ങൾ എടുക്കണ്ട, നിങ്ങളെ പണി എടുക്കൂ. നമ്മൾ വിഷയത്തിലേക്ക് ഉണങ്ങി തരാം. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഹൈലൈറ്റ് മാളിന്റെ അവിടെ യുവന്മാര് റാപ്പിഡോ ബൈക്കിന്റെ ആളുകൾ ചേർത്തി അനധികൃതമായി വണ്ടി ഓടാൻ പറഞ്ഞിട്ട്. അപ്പൊ അതുവഴി വന്ന സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്ന 2 പിള്ളേരുണ്ടായിരുന്നു. അവരിത് കണ്ട് ചോദ്യം ചെയ്തു, എന്താണ്, ഏതാണ്, എങ്ങനെ. അപ്പൊ ഈ കിളവന്മാർക്കെല്ലാം കൂടി, ഈ ഗുണ്ടകളായ കിളവന്മാർക്കെല്ലാം കൂടി അങ്ങോട്ട് ഇരച്ചു കയറി. ഇത് പിള്ളേരല്ലേ, അപ്പൊ ഇവര് എന്തും ചെയ്യാനുള്ള തോന്നലൊക്കെ ഉണ്ടായി കാണാം. ഈ പിള്ളേർ നെഞ്ഞത്തേക്ക് കീറാൻ തുടങ്ങി. പിള്ളേര് 2 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര സ്ട്രോങ്. കിളവന്മാരെ പല്ലടിച്ച് താഴെ വീണ്ടും മൂന്നത്തിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കോഴിക്കോട് സിറ്റിയിലെ ഡ്രൈവർമാരെന്നുണ്ടോ പറഞ്ഞാലുണ്ടല്ലോ, അത് വളരെ അധികം നല്ല പേരെടുത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. പക്ഷെ ഈ അടുത്തായിട്ട് കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്ന് പറയുന്നത് ഗുണ്ടകൾക്ക് സമാനമായാണ് പ്രവർത്തിക്കുന്നത്. എല്ലായിടത്തും ഇതുണ്ട്. എന്താ ഇവരെ പ്രധാന വിനോദം എന്നറിയോ? ഇവരെ എങ്ങോട്ടെങ്കിലും ഓട്ടം പോകണമെങ്കിൽ ഒന്നാമത് ഇവർ വീട്ടിൽ ഓണാക്കൂല. അതുപോലെ തന്നെ ചെറിയ ദൂരമാണ് ഓട്ടോ ഒക്കെ പോകാനുണ്ടെങ്കിൽ ഇവർ പോകൂല. അതുപോലെ തന്നെ രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഡബിൾ ചാർജ് ആണ്. അപ്പൊ ഇവരോട് ചോദിക്കണം, എന്താ നിങ്ങൾ ഡബിൾ ചാർജ് വാങ്ങാനുള്ള കാര്യം? അപ്പൊ ഇവർ പറയുന്ന ന്യായം എന്താ പറയുക? നിങ്ങൾ റിട്ടേൺ വരുമ്പോൾ ആളെ കിട്ടൂല എന്നാണ്. ഇത്തരത്തിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് മാത്രമല്ല, ഈ ഓട്ടോ ഓടിക്കുന്ന ഒട്ടുമിക്ക ആളുകളും യാത്രക്കാരെ വെറുപ്പിച്ച് കൈ കൊടുത്തു. ഇതിപ്പോ കോഴിക്കോട്ടെ ഏതെങ്കിലും പെർട്ടിക്കുലർ ആളല്ല, പൊതുവെ ഈ മേഖല ഇങ്ങനെ തന്നെയാണ്. അതേസമയം ഈ മേഖലയിൽ മാന്യമായി തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊന്നും മറന്നിട്ടല്ല പറയുന്നത്. ഇത്തരത്തിലൊക്കെ ജനങ്ങളെ പച്ചക്ക് കൊള്ള ചെയ്തിരുന്ന ആളുകളാണ് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ. ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ ഈ കൊള്ള ഒന്നും നടക്കുന്നില്ല. എന്താ കാരണം? റാപ്പിഡോ ബൈക്ക് വന്നു. റാപ്പിഡോ ബൈക്ക് വന്നതോടുകൂടി എന്തായി? ഇവന്മാര് 100 രൂപയ്ക്ക് ഓട്ടം പോകുന്നവർക്ക് റാപ്പിഡോ ബൈക്കാണ് 50 രൂപ 60 രൂപയൊക്കെ വരുള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സൗകര്യമല്ലേ? അപ്പൊ തങ്ങളുടെ കൊള്ള നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ ഗുണ്ടകള് അവരുടെ തനി സ്വഭാവം കാട്ടി തുടങ്ങി. ഗുണ്ടായിസം കൊണ്ട് റോട്ടിൽ കിടക്കാൻ തുടങ്ങി. ഇത് കോഴിക്കോട് ഇത് സ്ഥിരം പരിപാടിയാണ്. എല്ലായിടത്തും ഉണ്ട് ഇത്. കഴിഞ്ഞ ആഴ്ച KSRTCന്റെ അവിടെ ആണെങ്കിൽ ഇത്തവണ പാളയം സ്റ്റാൻഡിന്റെ അവിടെ ആയിരുന്നു. അതിനു മുന്നേ പുതിയ സ്റ്റാൻഡിന് മുന്നിലായിരുന്നു. ഇപ്പൊ ഹൈലൈറ്റിന്റെ അവിടെയും തുടങ്ങി. ഈ ഗുണ്ടകൾ ഇങ്ങോട്ട് കയറി നിരങ്ങാണ് കോഴിക്കോട് സിറ്റി മുഴുവൻ. ഇങ്ങനെയൊക്കെ ഗുണ്ടായിസം കാട്ടിയിട്ട് പോകുമ്പോൾ കോട്ടല്ല. അതതിന്റെ ഒരു രസം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ പറയുക? ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇവിടെ എന്തുകൊണ്ടാണ് റാപ്പിഡോ ബൈക്ക് വിജയിക്കുന്നത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ റാപ്പിഡോ ബൈക്ക് പോലുള്ള സെറ്റപ്പുകൾ വിജയിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അതിന്റെ പ്രധാന കാരണം സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പരമ്പരാഗത സംവിധാനങ്ങളിലുള്ള വൻ വീഴ്ചയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ അത് ചൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ ഇനി കോഴിക്കോട്ടങ്ങാടിയിൽ ഒന്നായിട്ട് എന്തൊക്കെ കൂത്ത് നടത്തിയിട്ടും കാര്യമില്ല. ഇത് എൻഡ് ഓഫ് ദി ഡേ ജനങ്ങളിൽ ഇത് തീരുമാനിക്കുന്നത് എങ്ങനെ യാത്ര ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ അവർ അത് യൂസ് ചെയ്യും. പിന്നെ നിങ്ങളെ ഈ പകൽ കൊള്ളക്ക് ജനങ്ങളെ കിട്ടുമോ? അപ്പൊ റാപ്പിഡോ ബൈക്കാരെ നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? അവർക്കുള്ള എല്ലാ അവസരങ്ങളും പകൽ കൊള്ള ഓട്ടോ ചാർജ് എന്ന പേരിൽ പകൽ കൊള്ള നടത്തിയത് നിങ്ങൾ തന്നെയല്ലേ? ഇത് ജനങ്ങൾക്ക് മടുക്കുന്നേ. എത്ര കാലം നിങ്ങളൊക്കെ സഹിക്കണം? അതുകൊണ്ട് തന്നെ ഊബർ റാപ്പിഡോ പോലുള്ള സൗകര്യങ്ങൾ ജനങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല, അത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്. എന്തുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്ന് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം കൊണ്ടും ക്ലിയർ ആണോ? ഓട്ടോക്കാരെ എല്ലാം കൊണ്ടും ക്ലിയർ ആണോ? നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഈ സർവീസിൽ അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നുണ്ട്. യാത്രക്കാരനെ വെറും അടിമയായി കാണുന്ന ഒരു ബിഹേവിങ് റാപ്പിഡോയിലോ ഊബറിലോ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനില്ല. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറ്? ഒരു യാത്രക്കാരൻ വണ്ടിയിൽ കയറിയാൽ നിങ്ങൾ അവനെ എങ്ങനെ കാണുന്നത്? ഓട്ടോറിക്ഷക്കാർ ഇവനെ എങ്ങനെ കാണുന്നത്? ഓശാരത്തിന് എന്തോ സേവനം ചെയ്യുന്ന പോലെയാണ്. എല്ലാവരും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടാവും ചീത്തതും നല്ലതും. ഈ ചീഞ്ഞവരുടെ പ്രവൃത്തിയാണുള്ള ആളുകൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതും ഈ കച്ചറ ആൾക്കാരെ ഗുണ്ടായിസം കാണിക്കുന്ന ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ അത്തരത്തില് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ചാർജ്, കംഫോർട്ടായ ഒരു യാത്ര, അവനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബിഹേവിങ്, ഇതാണ് റാപ്പിഡോ ഊബറൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ നിർദ്ദേശം അങ്ങനെയാണ്. അപ്പൊ എന്താ ആൾക്കാർ ഏതാ ചൂസ് ചെയ്യുക? ആളുകൾ ഏതാണ് ചൂസ് ചെയ്യുക? ആളുകൾ ഓൺലൈൻ ടാക്സി ചൂസ് ചെയ്യും. അതിന് കുരു പൊട്ടിട്ടോ ഗുണ്ടായിസം കാണിച്ചിട്ടോ ഒരു കാര്യമില്ല. അവനവന്റെ കയ്യിൽ വീഴ്ചയാണ്. നിങ്ങളെ വീഴ്ച മറ്റുള്ളവർ മുതലാക്കുന്നു. അത് അവർ കുത്തക കമ്പനിയാണ്, കുത്തക മുതലാളി മൊത്തട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുത്തക മുതലാളിമാർക്കുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ടാക്കി കൊടുത്ത ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? സർക്കാർ തലത്തിൽ ഇതിനൊരു പ്രൊട്ടക്ഷൻ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഊബർകാർക്ക് റാപ്പിഡോക്കാർക്ക് ഗുണ്ട ആക്രമണത്തിൽ നിന്ന്, ഗുണ്ട ഭീഷണികളിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വേണം. യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തിയും ഊബർ ഓടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തിയും എത്ര ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. പോലീസ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഇടപെടാൻ അടിയന്തര സാഹചര്യമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ടാക്സി മേഖലയിലുള്ളത്. കുറച്ച് ഗുണ്ടുകൾ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. യുവമാരൊന്നും ആരും തൊടില്ല എന്നുള്ള ധൈര്യം. ഇപ്പൊ 2 പീക്കിരി പിള്ളേർ വന്നണ്ട 10-50 വയസ്സായ യുവമാരിട്ട് കുത്തിയത്. വേറെ എന്താ ചെയ്യാ? പിള്ളേർക്ക് ജീവിക്കണ്ട ഇവിടെ? ഇവര് കുറച്ച് കളവന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അനവധി പ്രശ്നങ്ങളുണ്ട്. പിള്ളേർക്കും വലിയവർക്കും മൂത്തവർക്കും എല്ലാവർക്കും വേണം ഇവിടെ ജീവിക്കുക. നിങ്ങൾ കുറച്ച് ഗുണ്ടകൾക്ക് മാത്രം കോഴിക്കോട്ടങ്ങാടി ജീവിച്ചാൽ മതിയോ? മാന്യമായിട്ട് തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടുണ്ടാവും, ഒരു സംശയവും വേണ്ട. അങ്ങനെ നാട്ടിലെ ക്രമസമാധാനമൊക്കെ തകർത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ വലിയ ഗുണ്ടായിസം വളർത്താവുന്ന ആരും സ്വപ്നം കാണണ്ട. ഈ നാട്ടിൽ നിയമമുണ്ട്, പോലീസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അഴിഞ്ഞാടാനൊന്നും പറ്റില്ല. അതിനുള്ള അവസരം ജനങ്ങളും തരില്ല, പോലീസും തരില്ല. അപ്പൊ അത്തരം സ്വപ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാന്യ മര്യാദക്ക് പണിയെടുക്കാൻ നോക്കും. മറ്റുള്ളവരൊക്കെ എടുക്കുന്ന പോലെ എടുക്കാൻ നോക്കും. അല്ല എല്ലാം കൂടെ ഞങ്ങൾക്ക് നക്കണം നടന്നാൽ അതൊന്നും നടക്കൂല. അതൊന്നും നടക്കാനേ പോണില്ല. ഈ ഓട്ടോക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ആദ്യം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് നിങ്ങളോട് സിമ്പതി ഇല്ലാത്തത്? എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നു? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? എന്താണ് ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടാത്തത്? ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. എന്താ നിങ്ങളുടെ കയ്യിലിരിപ്പ്? നിങ്ങൾ ജനങ്ങളോട് മാന്യതയില്ലാതെ പെരുമാറുന്നു, അമിതമായിട്ട് ടാക്സി കൂലി വാങ്ങുന്നു, യാത്രക്കാരനെ വേണ്ട വിധം റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം കിട്ടുന്ന സ്ഥലമാണ് ഓൺലൈനിൽ. അപ്പൊ ആളുകൾ അങ്ങോട്ട് പോകും. നിങ്ങളെ തെറിവിളിയും കേട്ട് നിങ്ങളെ കൈത്തറപ്പൻ ചാർജും നൽകി ആളുകൾ എന്തിനു നിങ്ങളെ സഹിക്കണം? നിങ്ങൾ എന്തിനാ ആളുകൾ സഹിക്കുന്നത്? ജനങ്ങൾക്ക് നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ഓട്ടോക്കാരന് മനസ്സിലാക്കില്ല, ജനങ്ങളുടെ ഇഷ്ടം പറഞ്ഞാണ്ടല്ലോ, അത് ഗുണ്ടായിസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നേടാനാവില്ല. ഗുണ്ടായിസം കൊണ്ട് എന്താ ഉണ്ടാവുക? ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളോട് സിമ്പതി ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ ഇല്ലാതാവും. അതില്ലാതായ എന്താവും? നിങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിക്കോണമെന്ന് ഈ നാട്ടിലുള്ള ഒരാൾക്കും നിർബന്ധമില്ല. ഓട്ടോ ഇല്ലെങ്കിൽ എന്താവും? കോഴിക്കോട്ടങ്ങാടിന്റെ സ്ഥിതി എന്താവാനും ഒന്നുമില്ല. സാധാരണ പോലെ നടക്കും. സാധാരണ കോഴിക്കോട്ടങ്ങാടി നടക്കണമൊക്കെ നിങ്ങളില്ലെങ്കിൽ നടക്കും. നിങ്ങൾ എന്തിനു വെച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളില്ലെങ്കിൽ കുറച്ചും കൂടി യുവാക്കൾക്ക് റാപ്പിഡോ ഓടിക്കാൻ അവസരം കിട്ടും. വേറെ ഒന്നുമില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പ്രിഫർ ചെയ്യാൻ എന്താണ്? നല്ല സേവനം നൽകുന്നവൻ ആരാന്നാണ്. ഓൺലൈനിനെക്കാട്ടി നല്ല സേവനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അതല്ലേ വേണ്ടത്? അല്ല ഗുണ്ടായിസം കൊണ്ട് ഇതൊക്കെ മാറുന്നാണോ നിങ്ങൾ കരുതുന്നത്?
ഇങ്ങനെ എത്ര ഗുണ്ടായിസം എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ നടത്തി. എന്നിട്ട് ഈ കുത്തക കമ്പനികളോ സാങ്കേതിക വിദ്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിക്കില്ല. ഈ റാപ്പിഡോന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ കൊണ്ട് ഒന്നും സംഭവിപ്പിക്കാനും കഴിയില്ല. ഓൺലൈൻ ടാക്സിക്കാരെ തടഞ്ഞുകൊണ്ടല്ല നിങ്ങൾ അവരോട് മുട്ടി നിൽക്കേണ്ടത്. നല്ല സേവനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഓൺലൈൻ ടാക്സിക്കാരോട് മത്സരിക്കേണ്ടത്. ഗുണ്ടായിസം കൊണ്ട് നിങ്ങളുടെ കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് യാതൊരു സിമ്പതിയും ജനങ്ങൾക്കില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ കാണണം. അല്ലാതെ ഗുണ്ടായിസം കൊണ്ട് മക്കളെ സ്വന്തം കുഴി തോണ്ടുക എന്നല്ലാതെ ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തേക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.